Hi friends, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ അർത്ഥമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷനും ആ ചാപ്റ്റർ എത്ര ടോപ്പിക്കായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. ഇന്ന് മുതലുള്ള വീഡിയോസിൽ ഓരോ ടോപ്പിക്കായി ഡിസ്കസ് ചെയ്ത് അതിൽ വരുന്ന പ്രോബ്ലംസും നമ്മൾ ചെയ്തു പോകും. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് പറഞ്ഞതാണ് ആദ്യത്തെ ടോപ്പിക് നമ്പർ പാറ്റേൺസ്, അതായത് സംഖ്യാക്രമങ്ങൾ. കുഞ്ഞിലെ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ് നമ്പർ പാറ്റേൺസ്. നമ്മൾ നമ്പേഴ്സിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് നമ്പേഴ്സിനെ ഒരു പാറ്റേൺ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. Then എന്താണ് നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സംഖ്യാക്രമങ്ങൾ? നമ്പർ പാറ്റേൺസ് are the patterns in which a list number that follows a certain sequence. നമ്പർ പാറ്റേണിന്റെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ലൈനിൽ നമ്മളത് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നമ്പർ പാറ്റേൺസ് are the patterns. നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ആണ്. In which a list number അല്ലെങ്കിൽ a list of numbers, കുറച്ച് നമ്പേഴ്സിനെ that follows a certain sequence, ആ നമ്പേഴ്സ് എന്തെങ്കിലും ഒരു സീക്വൻസ്, എന്തെങ്കിലും ഒരു ശ്രേണി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു റൂള് ഫോളോ ചെയ്ത് പോകുന്ന കുറച്ച് നമ്പേഴ്സിനെ അതിനെ പാറ്റേൺ ആയിട്ട് എഴുതുന്നതിനെ, ആ പാറ്റേണിനെയാണ് നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ സംഖ്യാക്രമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിളിന്റെ ടെക്സ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ക്വയേഴ്സിന്റെ സൈസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതിനുശേഷം പ്രോബ്ലം ചെയ്യും. Consider the square of size 1 cm, 2 cm, 3 cm, 4 cm, etc. ഇവിടെ കുറച്ച് സ്ക്വയേഴ്സ് എടുക്കാം. അതിന്റെ സൈഡ്സിനെ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് 1 cm ആണ്, രണ്ടാമത്തെ സ്ക്വയറിന് 2 cm, 3 cm, 4 cm, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, പോവാണ്. സ്ക്വയേഴ്സിന്റെ സൈഡ്സിനെ എടുക്കുന്നു. ഇതൊരു സീക്വൻസ് ആണ്. കാരണം എന്താണ്, കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇതൊരു നമ്പർ പാറ്റേൺ എക്സാമ്പിൾ ആണ്, സംഖ്യാക്രമങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, കുറച്ച് നമ്പേഴ്സിനെ 1 2 3 4 5 6 അങ്ങനെയുള്ള നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളെ, സാധാരണ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് പാറ്റേൺ രീതിയിൽ എഴുതുന്നുണ്ട്. ഇത് സ്ക്വയേഴ്സിന്റെ സൈഡ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നേ ഉള്ളൂ. സ്ക്വയേഴ്സിന്റെ അല്ലെങ്കിൽ സമചതുരത്തിന്റെ ഓരോ വശങ്ങളായിട്ട് എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാം, സ്ക്വയറിന്റെ ബേസ് അല്ലെങ്കിൽ ആ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സീക്വൻസ് എഴുതാനായിട്ട് കഴിയും. നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 സൈഡഡ് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശം തുല്യമായിട്ടുള്ള ഒരു ഷേപ്പാണ്, മാത്തമാറ്റിക്കൽ ഷേപ്പാണ്. ഇതിന് നമുക്ക് ഏരിയ ഉണ്ട്, പെരിമീറ്റർ ഉണ്ട്, അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്തുണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1 2 3 4 5 അങ്ങനെ എടുക്കുന്ന ഈ സീക്വൻസിൽ നിന്ന്, അതിന്റെ സൈഡ്സിന്റെ സീക്വൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏരിയയുടെയും പെരിമീറ്ററിന്റെയും അടിസ്ഥാനത്തിൽ, അതിന്റെ ഫോർമുലാസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും 2-3 സീക്വൻസും കൂടി എഴുതുകയാണ്. ഇതാണ് നമ്പർ പാറ്റേൺ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ സൈഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്, ഏരിയ. നമുക്കറിയാം, we know that area of a square, ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണേണ്ട ഫോർമുല a square, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ വശം ഇൻറ്റു വശം ഫോർമുലയാണ്. ആ ഫോർമുല ഇതിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു സീക്വൻസ് എഴുതാം. therefore അടുത്ത സീക്വൻസ് എഴുതാം, സീക്വൻസ് ഓഫ് ദി ഏരിയ ഓഫ് ദി സ്ക്വയേഴ്സ്. സീക്വൻസ് ഓഫ് ദി ഏരിയ ഓഫ് ദി സ്ക്വയേഴ്സ്, സ്ക്വയേഴ്സിന്റെ ഏരിയ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ്. ഏരിയ ഓഫ് ദി സ്ക്വയർ നമുക്കറിയാം a സ്ക്വയർ, അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് a സ്ക്വയർ, a ഇൻറ്റു a, വശം ഇൻറ്റു വശമാണ് നമുക്കറിയാം. അപ്പൊ അതിന്റെ ബേസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീക്വൻസ് എഴുതാം. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അപ്പോൾ നമുക്കൊരു പുതിയ സീക്വൻസ് കിട്ടി. അപ്പോൾ പുതിയതായിട്ട് ഏരിയ വെച്ച് സ്ക്വയറിന്റെ ഏരിയയുടെ ബേസ് നമുക്ക് കിട്ടിയ സീക്വൻസ് ആണ് 1 4 9 16 എക്സെട്ര. നമുക്ക് കിട്ടിയ ഒരു പുതിയ സീക്വൻസ് ആണ്. അപ്പോൾ സ്ക്വയർ എന്ന ബേസ് ഷേപ്പിൽ നിന്ന് അതിന്റെ സൈഡ്സിന്റെ ബേസിൽ ഏരിയയിൽ നിന്ന് നമ്മളൊരു സീക്വൻസ് എഴുതി. അപ്പോൾ ഏരിയ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെരിമീറ്റർ വെച്ചിട്ട് നമുക്കൊരു സീക്വൻസ് എഴുതാം. പെരിമീറ്റർ, we know that perimeter of a square equal to 4a. ആണെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്തെടുക്കുന്നു. 4 into a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈഡിന്റെ മെഷർമെന്റ്. അപ്പോൾ പെരിമീറ്ററിന്റെ ബേസിൽ സീക്വൻസ് ഓഫ് ദി പെരിമീറ്റർ ഓഫ് ദി സ്ക്വയേഴ്സ് നമ്മൾ എഴുതുകയാണ്, പുതിയൊരു സീക്വൻസ് എഴുതുകയാണ്. 4 into 1, 4 into 2, 4 into 3, 4 into 4 അങ്ങനെ സീക്വൻസ് കൂടെ എഴുതാണ് പെരിമീറ്ററിന്റെ ബേസ്. അപ്പോൾ സീക്വൻസ് ഇങ്ങനെ കിട്ടും 4 8 12 16 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സീക്വൻസ് പോകും. ദെൻ സ്ക്വയറിന്റെ സൈഡിന്റെ ബേസിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി, ഒരു സീക്വൻസ് എഴുതി. സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ഒരു സീക്വൻസ് എഴുതി, പെരിമീറ്ററിൽ നിന്നൊരു സീക്വൻസ് എഴുതി. ഇതെല്ലാം എന്താണ്, നമ്പർ പാറ്റേൺ ആണ്. നമ്പർ പാറ്റേൺ മീൻസ് കുറച്ച് നമ്പേഴ്സിനെ, ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർട്ടൻ റൂളിന്റെ ബേസിൽ പാറ്റേൺ ആയിട്ട് എഴുതുന്നു. അതാണ് നമ്പർ പാറ്റേൺസ്. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നിന്ന് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ സ്ക്വയറിനെ എടുത്തു, അതിന്റെ സൈസിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി, സീക്വൻസ് എഴുതി. ഇത് നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ സംഖ്യാക്രമങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആണ്. അതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഇനി സ്ക്വയർ മാത്രമല്ല, റെക്റ്റാങ്കിൾ
അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നിന്ന് കുറച്ച് നമ്പേഴ്സ് എടുത്ത് നമുക്ക് സീക്വൻസ് എഴുതാം, അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് എഴുതാം. കോമൺ ആയി ഒരു റൂൾ സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്നതേ ഉള്ളൂ അതിലെ നമ്പേഴ്സ്. ഇത്രയേ ഉള്ളൂ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സംഖ്യാക്രമങ്ങൾ. ഇനി ഇതിന്റെ ബേസിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ചെയ്തു പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിന്റെ ബേസിൽ 5 പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, പേജ് നമ്പർ 10ലെ ക്വസ്റ്റ്യൻ ആണ്. Make the following sequence from the sequence of equilateral triangle, squares, regular pentagon and so on of regular polygon. അവർ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് സീക്വൻസ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് കുറച്ച് സീക്വൻസ് എടുക്കാൻ. മീൻസ് അവർ സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർസ്, റെഗുലർ പെന്റഗൺ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഷേപ്പിന്റെ സൈഡ്സിൽ നിന്ന്, അതിന്റെ ഇന്നർ ആംഗിൾസിൽ നിന്ന്, ഔട്ടർ ആംഗിൾസിൽ നിന്ന് ഒക്കെയാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, സീക്വൻസ് ഓരോ സീക്വൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. റെഗുലർ പോളിഗൺ അതായത് ഓരോ ഹിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതിന്റെയൊക്കെ ബേസിലാണ് സീക്വൻസ് എഴുതേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ്, ഇതിന്റെ സൈഡ്സിന്റെ ബേസിൽ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി അവർ തന്നിരിക്കുന്ന ഹിന്റ്സ് ആണ് നമ്പർ ഓഫ് സൈഡ്സ്, സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ, 1 ഇന്നർ ആംഗിൾ, 1 ഔട്ടർ ആംഗിൾ. ഈ 5 ഹിന്റ് അല്ലെങ്കിൽ ഈ 5 ഇൻഫോർമേഷന്റെ ബേസിലാണ് നമ്മൾ 5 സീക്വൻസ് എഴുതേണ്ടത്. ആദ്യത്തെ നമ്പർ ഓഫ് സൈഡ്സ്, ഈ തന്നിരിക്കുന്ന ഷേപ്സിന്റെ വശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് എഴുതണം, ഒരു സീക്വൻസ് എഴുതണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഷേപ്സ് ഏതൊക്കെയാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെന്റഗൺ, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സൈഡ്സ് പോകുന്നത്. അപ്പൊ നമുക്ക് സീക്വൻസ് ഓഫ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി റെഗുലർ പോളിഗൺസ്, ഈ പറഞ്ഞിരിക്കുന്ന റെഗുലർ പോളിഗൺസിന്റെ വശത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതേണ്ട ശ്രേണി ഇതാണ്: 3, 4, 5, 6 etc. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡ്സ് ആണുള്ളത്, സ്ക്വയർസ് 4 സൈഡ്സ്, റെഗുലർ പെന്റഗൺ 5 സൈഡ്സ്. അങ്ങനെ 3 ൽ നിന്ന് തുടങ്ങി 3, 4, 5, 6 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ് ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത്, നമ്പർ ഓഫ് സൈഡ്സിന്റെ ബേസ്. അടുത്ത രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നു സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിളിന്റെ ബേസിൽ, സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് ദി റെഗുലർ പോളിഗൺ, അതിന്റെ ബേസിൽ നമ്മൾ എന്ത് എഴുതണം, ഒരു സീക്വൻസ് എഴുതണം. അപ്പോൾ നമുക്കറിയാം സം ഓഫ് ദി ഇന്നർ ആംഗിൾ ഓഫ് ദി റെഗുലർ പോളിഗൺ is equal to n-2 into 180. നമ്മൾ 8-9 പഠിച്ചിട്ടുള്ളതാണ്. ഇന്നർ ആംഗിൾസിന്റെ സം കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് n-2 into 180. n means sum of sides of the regular polygon. റെഗുലർ പോളിഗന്റെ സൈഡ്സിന്റെ നമ്പർ, സംഖ്യ എത്ര നമ്പർ ആണുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ n-2 into 180. ഇവിടെ നമുക്ക് 3, 4, 5, 6 അങ്ങനെയാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 3, 4, 5, 6 അങ്ങനെ 4 എടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് ദി റെഗുലർ പോളിഗൺ എങ്ങനെ എഴുതാം? അതിന് സൈഡ് വർക്കിംഗ് കോളത്തിൽ അല്ലെങ്കിൽ സൈഡിലായിട്ട് അത് ചെയ്തു പോയിട്ടുണ്ട്. നോക്കുക, സൈഡിന്റെ ബേസിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആണ്. അപ്പോൾ 3 സൈഡാണ്. അപ്പോൾ ആദ്യം വരുന്നത് 3 - 2 into 180, അടുത്ത് 4 - 2 into 180, 5 - 2 into 180 and 6 - 2 into 180. അപ്പോൾ ഇതെല്ലാം ഇതാണ് കാൽക്കുലേഷനിലേക്കുള്ള അല്ലെങ്കിൽ സീക്വൻസിലേക്കുള്ള ഒരു കാൽക്കുലേഷൻ ഇതാണ്. അപ്പോൾ 3 - 2 into 180. അപ്പോൾ 3 - 2 1 into 180 180. അപ്പോൾ ഫസ്റ്റ് വരുന്ന സീക്വൻസിലെ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 180. അടുത്ത് സെക്കൻഡ് 4 - 2 into 180. 4 - 2 2. 2 into 180 360. അപ്പോൾ 180 then 360. Next 5 - 2 into 180. 5 - 2 3. 3 into 180 540. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം 180 360 540. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സീക്വൻസ് പോകുന്നത്. അപ്പോൾ the sequence of the sum of the inner angles of a regular polygon എങ്ങനെ വരും? 180 360 540 720 etc. അപ്പോൾ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് ദി റെഗുലർ പോളിഗൺ എന്ന കാറ്റഗറി ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്നത് ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന സീക്വൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ 2 എണ്ണമായി. ഇനി അടുത്ത തേർഡ് വൺ, അടുത്ത് അവർ കൊടുത്തിരിക്കുന്ന ഹിന്റാണ് സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിന്റെ സമ്മിന്റെ ബേസിൽ നമ്മൾ എന്ത് എഴുതണം, ഒരു സീക്വൻസ് എഴുതണം. നമുക്കറിയാം ഏതൊരു പോളിഗൺ എടുത്താലും അതിന്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എപ്പോഴും 360 തന്നെ ആയിരിക്കും. ദ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എനി റെഗുലർ പോളിഗൺ ഈസ് 360. ഏതൊരു റെഗുലർ പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 തന്നെ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ അതിന്റെ ബേസിൽ നമുക്ക് എന്ത് എഴുതാം, സീക്വൻസ്. Then sequence of the sum of the outer angles of regular polygon is
360, 360, 360, 360. കാരണം എന്താണ്? എല്ലാ റെഗുലർ പോളിഗൺസിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ പുറത്ത് വരുന്ന ഔട്ടർ ആംഗിൾസ് കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ അതിൽ നമുക്ക് സീക്വൻസ് വേറെ ഒന്നും എഴുതാനില്ല. 360, 360, 360 അങ്ങനെ ഒരു സീക്വൻസ് ആണ്. സെയിം നമ്പേഴ്സ് ടേംസിലൊന്നും ഒരു വ്യത്യാസമില്ല. 360 വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണ്? നോട്ട് ചെയ്യേണ്ട പോയിന്റ്, സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എനി റെഗുലർ പോളിഗൺ ഈസ് 360. അതിന്റെ ബേസിലാണ് നമ്മൾ ഈ സീക്വൻസ് എഴുതുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന 1 ഇന്നർ ആംഗിൾ. ഒരു റെഗുലർ പോളിഗണിന്റെ അല്ലെങ്കിൽ റെഗുലർ പോളിഗൺസിന്റെ 1 ഇന്നർ ആംഗിളിന്റെ അതിൻ്റെ അകത്തുള്ള ഒരു ആംഗിളിന്റെ ബേസിൽ ഒരു സീക്വൻസ് എഴുതാൻ നമുക്കറിയാം. 1 ഇന്നർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺ ഈക്വൽ ടു സം ഓഫ് ദി ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ദെൻ നമുക്കറിയാം 1 ഇന്നർ ആംഗിൾ ഓഫ് ഓൾ റെഗുലർ പോളിഗൺ ഈക്വൽ ടു സം ഓഫ് ദി ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. നമ്മൾ ഒരു ഇന്നർ ആംഗിളിന്റെ ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിളിന്റെ വാല്യൂ കാണേണ്ടത് അല്ലെങ്കിൽ അതിന്റെ മെഷർമെന്റ് കാണുന്നത് ആംഗിൾസിന്റെ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എഴുതി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ്. ഓരോ റെഗുലർ പോളിഗണിന്റെയും ഇന്നർ ആംഗിൾസിന്റെ സം എഴുതി. 180, 360, 540, 720 എക്സെട്ര. ഇതിനെയെല്ലാം അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ ഇന്നർ ആംഗിൾസിന്റെയും മെഷർമെന്റ് കിട്ടും. അപ്പോൾ കാൽക്കുലേഷൻ കാണിക്കുകയാണ്. 3 സൈഡ്സ് ഉള്ള ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ എത്ര, അതുപോലെ സ്ക്വയറിന്റെ, റെഗുലർ പെൻറ്റഗന്റെ, ട്രയാങ്കിളിന്റെ 180 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. നെക്സ്റ്റ് 360 ഡിവൈഡ് ബൈ 4 90, 540 ഡിവൈഡഡ് ബൈ 5 108. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ആ സീക്വൻസ് പോകുന്നത്. അപ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് ദി 1 ഇന്നർ ആംഗിൾ ഓഫ് എവറി റെഗുലർ പോളിഗൺ ഈസ് 60, 90, 108 എക്സെട്ര. അപ്പോൾ ഇന്നർ ആംഗിളിന്റെ ഒരു ഇന്നർ ആംഗിളിന്റെ ബേസിൽ നമുക്ക് എന്ത് എഴുതാം? സീക്വൻസ് എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും 60, 90, 108 എക്സെട്ര. അടുത്തവർ പറഞ്ഞിരിക്കുന്നത് 1 ഔട്ടർ ആംഗിൾ. ഒരു ഔട്ടർ ആംഗിളിന്റെ ബേസിൽ എന്ത് എഴുതാൻ? സീക്വൻസ് എഴുതാൻ. നമുക്കറിയാം 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈക്വൽ ടു സം ഓഫ് ദി ഔട്ടർ ആംഗിൾ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഔട്ടർ ആംഗിൾസിന്റെ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ആ സമ്മിന് എന്ത് ചെയ്യണം? വശങ്ങളുടെ എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എല്ലാ റെഗുലർ പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് സെയിം ആണ്, 360 360 ആണ്. സൈഡ്സിൽ മാത്രം ഡിഫറൻസ് വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സീക്വൻസ് കിട്ടും. 360 ഡിവൈഡ് ബൈ 3 120, 360 ഡിവൈഡ് ബൈ 4 90, 360 ഡിവൈഡ് ബൈ 5 72. അപ്പം നമുക്ക് കിട്ടുന്ന സീക്വൻസ് എങ്ങനെയാണ്? കുറഞ്ഞാണ് പോകുന്നത്. എങ്ങനെ? 120, 90, 72 എക്സെട്ര. ഇതിന് നമുക്ക് എഴുതാം സീക്വൻസ് ഓഫ് 1 ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 120, 90, 72 എക്സെട്ര. ഇങ്ങനെയാണ് സീക്വൻസ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ റെഗുലർ പോളിഗൺസിൻ്റെയും സൈഡ്സിൻ്റെയും ആംഗിൾസിൻ്റെയും ബേസിൽ നമ്മൾ എന്ത് എഴുതി? 5 സീക്വൻസ് എഴുതി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓരോ പാർട്ടിൽ നിന്ന് ഓരോ സീക്വൻസ് ആണ് എഴുതിയത്. നമ്മൾ 8ലും 9ലും പഠിച്ച ഇന്നർ ആംഗിളിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെയും സമ്മിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ സീക്വൻസ് എല്ലാം എഴുതിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നമ്പർ പാറ്റേൺ ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് എഴുതി? 5 നമ്പർ പാറ്റേൺസ് എഴുതി അല്ലെങ്കിൽ സീക്വൻസ് എഴുതി. അടുത്ത് നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ തന്നിട്ടുണ്ട് 3 ട്രയാങ്കിൾസ്. അത് സൈഡ്സ് അല്ല, ആ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് അല്ല, ഡോട്ട് വെച്ചാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? 3 ട്രയാങ്കിൾസ് മേഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യത്തെ ട്രയാങ്കിൾ 1 2 3 ഡോട്ട്സ് ആണ്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ എത്രയുണ്ട്? 6 ഡോട്ട്സ്. അടുത്ത മൂന്നാമത്തെ ട്രയാങ്കിൾസിൽ 10 ഡോട്ട്സ്. ഇങ്ങനെ കുത്തുകളിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രയാങ്കിൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ ചോദിച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻ ഈച്ച്. ഒരു ട്രയാങ്കിൾ, ഓരോ ട്രയാങ്കിളിലും എത്ര ഡോട്ട്സ് ഉണ്ട്? അതിനുശേഷം അവർ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. അടുത്ത് ഈ 3 പോയിട്ട് അടുത്ത 3 ട്രയാങ്കിൾസ് നമുക്ക് മേഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വരയ്ക്കണമെങ്കിൽ കൊണ്ടുവരണമെങ്കിൽ എത്ര ഡോട്ട്സ് വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഫസ്റ്റ് ട്രയാങ്കിൾ. ആദ്യത്തെ ട്രയാങ്കിൾ എത്ര ഡോട്ട്സ് ഉണ്ട് എണ്ണൊക്കെ അറിയാം. 1 2 3 ഡോട്ട്സ് ആണുള്ളത്. ഫസ്റ്റ് ഒരെണ്ണം, പിന്നെ 2 എണ്ണം, അങ്ങനെ 3 ഡോട്ട്സ് ആണുള്ളത്. ദെൻ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ സെക്കൻഡ് ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിളുള്ള ഡോട്ട്സ് 6 ഡോട്ട്സ് ആണ്. അറിയാം 1 2 3 4 5 6 അങ്ങനെ 6 ഡോട്ട്സ് ആണുള്ളത്. ദെൻ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ തേർഡ് ട്രയാങ്കിൾ. തേർഡ് ട്രയാങ്കിൾ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 ഡോട്ട്സ് ആണുള്ളത്.
അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാം ഇതൊരു നമ്പർ പാറ്റേണിൻ്റെ ബേസിലാണ് ഈ ഡോട്ട്സ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തിൽ 1, അത് കഴിഞ്ഞ് 2 ഡോട്ട് വരും, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 4. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡോട്ട്സുകളുടെ എണ്ണം കൂട്ടി കൊണ്ടുപോയാണ്, ഒരു പാറ്റേൺ പോലെ കൂട്ടി കൊണ്ടുപോയാണ് ഓരോ ട്രയാങ്കിൾസും മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത 3 ട്രയാങ്കിൾസ് എന്ത് ചെയ്യണം, അതിന് എത്ര ഡോട്ട്സ് വേണം. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ നെക്സ്റ്റ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത 3 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്, അടുത്ത 4, 5, 6 എന്ന ട്രയാങ്കിൾസിൻ്റെ ഡോട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ 4 ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കണം, ആദ്യത്തേൽ നമ്മൾ 1 + 2 ചെയ്തു, രണ്ടാമത്തേൽ 1 + 2 + 3 ചെയ്തു, മൂന്നാമത്തേതിൽ 1 + 2 + 3 + 4 ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് നാലാമത്തെ ട്രയാങ്കിളിൽ 1 + 2 + 3 + 4 + 5, 1 + 2 + 3 + 4 + 5. ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, 4th ട്രയാങ്കിളിൻ്റെ ഡോട്ട്സ്, അല്ലെങ്കിൽ അതിൽ വരുന്ന നമ്പർ ഓഫ് ഡോട്ട്സ് ഈക്വൽ ടു 15, 15 വരുന്നത്. അപ്പോൾ 4th ട്രയാങ്കിളിലുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് 15. അടുത്ത നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ 5th ട്രയാങ്കിൾ, 5ാമത്തെ ട്രയാങ്കിളിൽ വരുന്ന നമ്പർ ഓഫ് ഡോട്ട്സ് ഈസിയാണ്. 1 + 2 + 3 + 4 + 5 + 6. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ നമ്പർ പാറ്റേൺ ഫുൾ ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു 21. അപ്പോൾ 5th ട്രയാങ്കിളിൽ വരുന്ന ഡോട്ട്സ് 21. ഓരോ ട്രയാങ്കിൾസും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഇപ്പോൾ 4ാമത്തേലാണെങ്കിൽ 1 2 3 4 5. അടുത്ത് 5ാമത്തേതിൽ 1 2 3 4 5 6. ഓരോ റോ അല്ലെങ്കിൽ ഓരോ റോയും കൂടുന്നതനുസരിച്ച് ഓരോ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഡോട്ട്സും കൂടി പോവാണ്. ദെൻ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ 6th ട്രയാങ്കിൾ ഈക്വൽ ടു 1 + 2 + 3 + 4 + 5 + 6 + 7. ദാറ്റ് മീൻസ് 28. അപ്പോൾ 6ാമത്തെ ട്രയാങ്കിളുള്ള നമ്പർ ഓഫ് ഡോട്ട്സ് 28. 28 ഡോട്ടുകൾ ചേർത്താണ് 6ാമത്തെ ത്രികോണം എന്ത് ചെയ്തിട്ടുള്ളത്, ട്രയാങ്കിൾ മീൻസ് ത്രികോണം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈസിയാണ്, കുഞ്ഞിലെ നമ്മൾ ഓരോ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഡോട്ട് ഇട്ട് കണക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു നമ്പർ പാറ്റേൺ ആണ്. ആദ്യം 1 + 2, ദെൻ 1 + 2 + 3, ദെൻ 1 + 2 + 3 + 4, ദെൻ 1 + 2 + 3 + 4 + 5, then 1 + 2 + 3 + 4 + 5 + 6, then 1 + 2 + 3 + 4 + 5 + 6 + 7. ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ട്രയാങ്കിളിൻ്റെ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസിൻ്റെ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ തീരുന്നു. ഈസിയാണ്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക, ആ ഡോട്ട്സ് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര ടോട്ടൽ ഡോട്ട്സ് എത്ര വരുമെന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 3rd ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് 2 ഓൺ ഡിവിഷൻ ബൈ 3. 2 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സീക്വൻസ്, ആദ്യത്തെ സീക്വൻസ് പറയുന്നത് എന്താണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. പക്ഷേ ആ നമ്പേഴ്സ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ്. അത് രണ്ടാമത് പറയുന്ന സീക്വൻസ്, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആയിട്ട് വരണം. അങ്ങനെയുള്ള 2 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് മീൻസ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണം, 1 ബാക്കി വരണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 3 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് 3 പേർക്ക് എന്തുണ്ട്, നമുക്ക് ചോക്ലേറ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് മാത്രം കൊടുത്താൽ പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഒരെണ്ണം വേണം. അതായത് ഒരെണ്ണം ബാക്കി നമുക്ക് വയ്ക്കാൻ കഴിയണം. അപ്പോൾ 3 മിഠായി വാങ്ങിച്ചാൽ 3 കൂടി എന്ത് ചെയ്യും, അവർ കഴിക്കും. അപ്പോൾ നമുക്ക് വേണ്ടേ, അപ്പോൾ നമ്മൾ അവിടെ 4 എണ്ണം മേടിക്കും, അതായത് 1 എക്സ്ട്രാ മേടിക്കും. അപ്പോൾ റിമൈൻഡർ ബാക്കി 1 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാതെ, അല്ലെങ്കിൽ 3 വെച്ച് ഡിവിസിബിൾ ആകുന്ന നമ്പറിൽ നിന്ന് 1 കൂടുതലായിരിക്കണം. അങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ സീക്വൻസ്. അതിൻ്റെ ബേസിൽ, ആ ഒരു ചെറിയ ടിപ്പിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ സീക്വൻസ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് എഴുതാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. സീക്വൻസ് ഇതാണ്. 1 4 7 10 13 ഇങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. സീക്വൻസ് എങ്ങനെ വന്നു, 0യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്ത് പോയി. 0യെ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും 0 എന്ന് കിട്ടും, അവിടെ റിമൈൻഡർ ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് എന്ത് റിമൈൻഡർ വരണമെന്നുണ്ടെങ്കിൽ അവിടെ 1 എക്സ്ട്രാ വേണം. 1
റിമൈൻഡർ വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 0 എടുക്കാൻ പറ്റില്ല, 1. അപ്പോൾ 1 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 1 റിമൈൻഡർ ആയിട്ട് കിടക്കും. 3 വെച്ച് അവിടെ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 ഫസ്റ്റ് ടേം 1. ദെൻ 4. അപ്പോൾ എന്തുകൊണ്ട് 4 എടുത്തു? 2ഉം 3ഉം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ അവിടെ 2 ആയിട്ട് തന്നെ നിൽക്കും. 3യെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്ത് പോകും. എന്നാൽ 4നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് വരും. 4 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 3 പോയിട്ട് ബാക്കി 1 അവിടെ റിമൈൻഡർ ആയിട്ട് വരും. അതുപോലെ 5 നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 ആണ് വരുന്നത് റിമൈൻഡർ ആയിട്ട്. 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് 5ഉം 6ഉം എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് 7, അത് കഴിഞ്ഞ് 10, അത് കഴിഞ്ഞ് 13. അങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. ഓരോ നമ്പറും ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും റിമൈൻഡർ എത്ര കിട്ടും, 1. അങ്ങനെ നമ്മൾ ആദ്യത്തെ സീക്വൻസ് എഴുതി. ദെൻ അടുത്തവർ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര റിമൈൻഡർ കിട്ടണം? 2 റിമൈൻഡർ കിട്ടണം. നേരത്തെ 1 റിമൈൻഡർ കിട്ടുന്ന അതേ തോട്ടാണ്, അല്ലെങ്കിൽ അതേ കാര്യമാണ് ഇവിടെയും ചിന്തിക്കേണ്ടത്. 2 നമുക്ക് റിമൈൻഡർ കിട്ടണം. അപ്പോൾ നമ്മൾ 1 എടുത്താൽ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ 1 ആയിട്ട് തുടങ്ങുമ്പോൾ 1 എടുത്താൽ അത് 1 റിമൈൻഡർ ആയിപ്പോവും. നമ്മൾ മുകളിലത്തെ സീക്വൻസിൽ എഴുതി. 2 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 3 അവിടെ ഒന്നിലും ഡിവൈഡ് ആവില്ല. അവിടെ റിമൈൻഡർ ആയിട്ട് 2 എന്ത് ചെയ്യും? ബാലൻസ് കാണും. അപ്പോൾ സീക്വൻസ് ഇങ്ങനെയാണ് എഴുതേണ്ടത്: 2, 5, 8, 11 എക്സെട്ര. രണ്ടാമത് വരുന്ന സീക്വൻസ് ഈ 2നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 തന്നെ റിമൈൻഡർ ആയിട്ട് വരും. 5നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആയിട്ട് വരും. 8നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ആയിട്ട് വരും. അതിനിടയ്ക്കുള്ള ഏത് നമ്പറിനെ നിങ്ങൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ 3 റിമൈൻഡർ ആയിട്ട് വരില്ല. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ആയി പോകും, അല്ലെങ്കിൽ 1 റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അത് മാത്രമേ. അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതി 2, 5, 8, 11 എക്സെട്ര. ഇതെന്താണ്? ചെറിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ ബേസിൽ എഴുതേണ്ട 2 സീക്വൻസ് ആണ്. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക, ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ഇത്രയേ ഉള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ്. ഇതെല്ലാം നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ സംഖ്യാക്രമങ്ങൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട, അതിൻ്റെ ബേസ് ആയിട്ട് പോവേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 and 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് 1ഉം 6ലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് ഒരു സീക്വൻസ് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. 2 വ്യത്യസ്തമായ രീതിയിൽ ഈ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. മീൻസ് നമ്മൾ നേരത്തെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടാണ് സീക്വൻസ് എഴുതിയത്. എങ്ങനെ? തേർഡ് ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് റിമൈൻഡിങ് 1 ഓൺ ഡിവിഷൻ ബൈ 3. അങ്ങനെ 2 കണ്ടീഷൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് സീക്വൻസ് എഴുതി. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ സീക്വൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് 2 ഡിഫറെൻറ്റ് വേസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീക്വൻസ് ആദ്യം എഴുതാം. സീക്വൻസ് പറഞ്ഞിരിക്കുന്നത്: ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 and 6. 1ലും 6ലും അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പേഴ്സ് വെച്ച് ഒരു ശ്രേണി സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 1ൽ എൻഡ് ചെയ്യുന്ന ആദ്യത്തെ നാച്ചുറൽ നമ്പർ 1, 6ൽ എൻഡ് ചെയ്യുന്ന ആദ്യത്തെ നാച്ചുറൽ നമ്പർ 6, അടുത്ത് വീണ്ടും 1ൽ എൻഡ് ചെയ്യുന്നത് 11, 6ൽ 16, അടുത്ത് 21, 26, 31, 36. ഇങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാം. സീക്വൻസ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 and 6. 1, 6, 11, 16, 21, 26, 31 എക്സെട്ര. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സീക്വൻസ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്തു? സീക്വൻസ് എഴുതി. ഇനി 2 ഡിഫറെൻറ്റ് വേസിൽ ഈ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സീക്വൻസ് നമുക്ക് നോക്കിയറിയാം. 1 കഴിഞ്ഞ് 6, അത് കഴിഞ്ഞ് 11, അത് കഴിഞ്ഞ് 16. നോക്കിയറിയാൻ പറ്റും. 1ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ 6, 6ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ 11, 11ൻ്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ 16. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൽ നിന്ന് എഴുതാം. എങ്ങനെ എഴുതാം? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ആൻഡ് ആഡ് 5 കണ്ടിന്യൂസ്ലി, അല്ലെങ്കിൽ ആൻഡ് 5 ആഡഡ് കണ്ടിന്യൂസ്ലി. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ. ദെൻ നമുക്ക് സീക്വൻസിന് എങ്ങനെ എഴുതാം? ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ആൻഡ് 5 ആഡഡ് കണ്ടിന്യൂസ്ലി. എങ്ങനെയാണ്? ഇതൊരു നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണ്. നമുക്കറിയാം 1, 6, 11, 16 അങ്ങനെ പോകുന്ന സീക്വൻസ്, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസ്. ആൻഡ് 5 ആഡഡ് കണ്ടിന്യൂസ്ലി.
കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ഓരോ സംഖ്യയുടെ കൂടെയും 5 ആഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അടുത്ത സംഖ്യയിലേക്ക്, അടുത്ത നമ്പറിലേക്ക് പോകുന്നത്. അപ്പോൾ 1ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 6, 6ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 11, 11ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 16, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബേസ് ഒരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു, അതെന്താണെന്ന് നമ്മൾ വ്യക്തമാക്കി. അടുത്തതിന് രണ്ടാമത് ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ ഒരു വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. എങ്ങനെ? 1, 6, 11, 16 എന്നാണ് പോകുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ അതേ ക്വസ്റ്റ്യനിൽ പോലെ 3യുടെ സ്ഥാനത്ത് 5. ഈ സീക്വൻസിൽ ഈ ശ്രേണിയുടെ ഓരോ ടേമും ഓരോ നമ്പറിനെയും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയിട്ട് വരും. അതായത് 1നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ, 6നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ, 11നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ. അപ്പോൾ ഈ സീക്വൻസിനെ അടുത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയും ഓരോ ടേമിനെയും എന്ത് ചെയ്യുമ്പോൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു സീക്വൻസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സീക്വൻസ് എഴുതി, അതിൽ നിന്ന് അതിൻ്റെ 2 ഡിസ്ക്രിപ്ഷനും എഴുതി. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് സീക്വൻസ് എഴുതിയെങ്കിൽ, നാലാമത്തെ ക്വസ്റ്റ്യൻ സീക്വൻസ് എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതി, 2 ഡിസ്ക്രിപ്ഷൻ എഴുതി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നമ്പർ പാറ്റേൺ, സംഖ്യാക്രമങ്ങൾ എന്ന ടോപ്പിക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടാങ്ക് കണ്ടെയ്ൻ 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write the number in the sequence or write the numbers as a sequence. എന്ത് പറയുന്നു? ഒരു ടാങ്കിൽ, ഒരു വാട്ടർ ടാങ്കിൽ 1000 ലിറ്റർ വാട്ടർ ഉണ്ട്. ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് ദ റേറ്റ് ഓഫ് 5 liters per second. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അതാണ്, സീക്വൻസ് എഴുതേണ്ടത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, 5 ലിറ്റർ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ടാങ്കിൽ നിന്ന് ഫ്ലോസ് ഔട്ട്, പുറത്തേക്ക് ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കളയുന്നുണ്ട്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും 5 ലിറ്റർ വാട്ടർ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്? ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ആ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരിക്കും? ആദ്യത്തെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്ര ലിറ്റർ ഉണ്ട്, അടുത്ത സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്ര ലിറ്റർ ഉണ്ട്, അതിൻ്റെ അടുത്ത സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എത്ര ലിറ്റർ ഉണ്ട്, അങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര വാട്ടർ ആ ടാങ്കിൽ ഉണ്ടായിരുന്നു. അതാണ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ദ നമ്പർ ആസ് എ സീക്വൻസ്. ആ നമ്പറിനെ, ആ കാൽക്കുലേഷനെ, ആ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീക്വൻസ് ആയിട്ട് എഴുതണം. ഈസിയാണ്. ദെൻ നമുക്ക് സീക്വൻസ് എങ്ങനെ എഴുതാം? Sequence of volume of water left in the tank after each second. വോളിയം ഓഫ് വാട്ടർ എന്ന് പറയാൻ കാരണം വെള്ളത്തിൻ്റെ അളവല്ലേ അവിടെ പറഞ്ഞത്, അതാണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞത്. ആ ടാങ്കിൽ ഓരോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴും ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ്, വ്യാപ്തം, അതിൻ്റെ സീക്വൻസ്. ആദ്യം ഒരു സെക്കൻഡും കഴിഞ്ഞില്ല, ആദ്യം എന്തുണ്ടായിരുന്നു, 1000 ലിറ്റർ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു 5 ലിറ്റർ എന്ത് ചെയ്തു, അതിൽ നിന്ന് കുറഞ്ഞു. അപ്പോൾ 995 അല്ലെങ്കിൽ 995 ആയി. എന്തോന്ന്, ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിലുള്ള വാട്ടറിൻ്റെ അളവ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലിറ്റർ കുറഞ്ഞു. അപ്പോൾ 995 അല്ലെങ്കിൽ 995, 990, 985, 980 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സീക്വൻസ് പോകുന്നത്. അതെന്താണ് നമുക്ക് നോക്കിയാൽ അറിയാം. 1000ൽ നിന്ന് ഓരോ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 5 ലിറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടേയിരുന്നു. അതായത് 1000ൽ നിന്ന് ഓരോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴും 5 ലിറ്റർ വെച്ച് കുറഞ്ഞു പോയി. ഇതാണ് എന്തോന്ന്, അതിൻ്റെ മെഷർമെൻറ്റിലെ അല്ലെങ്കിൽ ആ വാട്ടർ ടാങ്കിൽ ഉണ്ടായിരുന്ന വാട്ടറിൻ്റെ വോളിയത്തിൻ്റെ സീക്വൻസ്. 995, 990, 985, 980 എക്സെട്ര. ഇങ്ങനെയാണ് സീക്വൻസ്. ഇത്രയേ ഉള്ളൂ. മൊത്തം 1000 ലിറ്റർ ഉണ്ടായിരുന്നു. ഓരോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴും 5 ലിറ്റർ വെച്ച് കുറഞ്ഞു പോയി. ഇതാണ് അതിൻ്റെ സീക്വൻസ്. ഈസിയാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നതാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈസിയാണ്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. അതിൽ നിന്ന് ആ റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സെക്കൻഡ് കഴിഞ്ഞപ്പോഴും 5 ലിറ്റർ കുറഞ്ഞു. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കി എടുക്കേണ്ട പാർട്ട്. അതും കൂടി ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഈ സീക്വൻസ് കിട്ടി. സംഖ്യാക്രമങ്ങൾ എന്ന ടോപ്പിക്കിലെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അത് 5 നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. ഇനി വരും വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടോപ്പിക്കായിട്ട്
നമ്പർ പാറ്റേൺ കഴിഞ്ഞു. അടുത്ത് നമ്മളെ ടോപ്പിക് അറിയാം, ഓൾജിബ്ര ഓഫ് സീക്വൻസ്, ശ്രേണിയുടെ ബീജഗണിത രൂപം. അടുത്ത ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസുമാണ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. അന്നുള്ള വീഡിയോസ് കാണുക, പഠിച്ചു പോവുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടാനായിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. താങ്ക് യു.